ഓൾഡ് സിലബസ് സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒരു 8th യൂണിറ്റ് ആണ് ഗുഡ് ആൻഡ് ബാഡ് എലമെന്റ്സ്. അതിലെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മൾ നൽകുന്നത്. ജോൺ എംസ്ലിയുടെ ലേഖനമാണ്. ഇതിൽ തുടർച്ചയായി പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ഇൻ ദ ടൈംസ് ഓഫ് ദ വിക്ടോറിയൻസ് ലെഡ് അസറ്റേറ്റ് വാസ് യൂസ്ഡ് ആസ് എ മെഡിസിൻ ഫോർ ഡയറിയ ആൻഡ് ആസ് ഹെയർ ഡൈ. ലെഡ് അസറ്റേറ്റ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ആളുകൾ മരുന്നായിട്ട്, ഡയറിയയ്ക്ക് മരുന്നായിട്ടും അതുപോലെ തന്നെ ഹെയർ ഡൈ ആയിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ കാണുന്ന ചിത്രം സർ ജോൺ ഫ്രാങ്ക്ലിൻ ആണ്. അദ്ദേഹം ഒരു എക്സ്പെഡീഷൻ പുറപ്പെട്ടു. കപ്പലിൽ അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു. ആ കാര്യവും കൂടി നമുക്ക് ഇനി പറയാനുണ്ട്. ദ വിക്ടോറിയൻസ് ഓൾസോ സോൾഡേഡ് ടിൻസ് ഓഫ് ഫുഡ് വിത്ത് ലെഡ്. അതായത് ഭക്ഷണ വസ്തുക്കൾ ടിന്നിലടച്ചതിന് ശേഷം അത് സോൾഡർ ചെയ്യുന്നത്, അതിന്റെ മൂടി അടയ്ക്കുന്നത് ലെഡ് ഉപയോഗിച്ചായിരുന്നു. എ പ്രാക്ടീസ് ദാറ്റ് എക്സ്പ്ലെയിൻഡ് ദ മിസ്റ്റീരിയസ് ഡിസപ്പിയറൻസ് ഓഫ് സർ ജോൺ ഫ്രാങ്ക്ലിൻസ് എക്സ്പെഡിഷൻ. കുറച്ചു മുമ്പ് കണ്ട ചിത്രത്തിൽ സർ ജോൺ ഫ്രാങ്ക്ലിൻ എന്നയാള് അദ്ദേഹത്തിന്റെ ടീമിനെ എക്സ്പെഡീഷൻ പെട്ടെന്ന് ഒരു നിഗൂഢമായ അപ്രത്യക്ഷപ്പെടൽ ഉണ്ടായി. ആ കപ്പല് വിച്ച് സെറ്റ് ഓഫ് ഇൻ 1848, 1848 ആ കപ്പൽ പുറപ്പെട്ടത് ടു സെർച്ച് ഫോർ ദ നോർത്ത് വെസ്റ്റ് പാസേജ് ടു പസഫിക് സമുദ്രത്തിലൂടെ വടക്ക് പടിഞ്ഞാറിലേക്ക് പ്രവിശ്യയിൽ കൂടെ ഒരു കടൽ മാർഗം കണ്ടെത്താനുള്ള പര്യവേഷണ സംഘമായിരുന്നു അവർ. എന്നാൽ when the perfectly preserved bodies of crew members were uncovered in permanently frozen graves in the year 1980, 1980 ഈ വർഷങ്ങൾക്ക് മുൻപ്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട ഈ കപ്പൽ യാത്രിക സംഘത്തിന്റെ മൃതശരീരങ്ങൾ വളരെ കൃത്യമായി തന്നെ ഐസില് പെർമനന്റ് ആയിട്ട് തണുത്തുറഞ്ഞ് കൃത്യമായിട്ട് അവിടെ കിടക്കുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അത് 1980 ഇത് കണ്ടെത്തിയത്. അനാലിസിസ് ഷോഡ് ദാറ്റ്, അവരുടെ ഡെഡ് ബോഡി നമ്മൾ അനലൈസ് ചെയ്തു ശാസ്ത്രജ്ഞന്മാര്. ആ അനാലിസിസിൽ ഒരു കാര്യം കണ്ടെത്തി. ദേ ഹാഡ് ഡൈഡ് ഓഫ് ലെഡ് പോയിസൺ. അവരെല്ലാം മരിച്ചത് ലെഡ് എന്ന വസ്തുവിന്റെ പോയിസൺ ഏറ്റിട്ടാണ്. ദ കോസ് വാസ് പ്രൂവ്ഡ് ടു ബി ദ ലെഡ് സോൾഡർ ഓഫ് ദർ ടിൻഡ് ഫുഡ്. അവർ ഭക്ഷണം അടച്ചു സൂക്ഷിച്ചിരുന്ന, ടിന്നിനകത്ത് അടച്ചു സൂക്ഷിച്ചിരുന്ന അത് മൂടി, ആ ടിന്നിന്റെ മൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി സോൾഡർ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ലെഡ് ആയിരുന്നു. ദ റേഷ്യോ ഓഫ് ദ ലെഡ് ഐസോട്ടോപ്സ് ഇൻ ദർ ബോഡീസ് മാച്ച്ഡ് ദ റേഷ്യോ ഓഫ് ദ ലെഡ് ഐസോട്ടോപ്സ് ഇൻ ദ ടിൻസ് നിയർ ബൈ. അവരുടെ ശരീരത്തിനടുത്ത് കിടന്നിരുന്ന ടിന്നുകളിലുണ്ടായിരുന്ന ലെഡ് ഐസോട്ടോപ്പുകളുടെ റേഷ്യോയും അവരുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന നിന്ന് ലഭിച്ച ലെഡ് ഐസോട്ടോപ്പുകളുടെ റേഷ്യോയും ഒരേ റേഷ്യോ ആയിരുന്നു, അതായത് മാച്ച് ചെയ്തു. അതായത് ലെഡ് ഐസോട്ടോപ്പുകൾക്ക് പല നമ്പർ ഉണ്ടാവാം, അതിന്റെ റേഷ്യോ പല രീതിയിലുണ്ടാവാം. ലെഡ് 206 മുതൽ ലെഡ് 204 വരെ ഉണ്ടാവാം. വേരീസ് അക്കോർഡിംഗ് ടു വേർ ദ ലെഡ് ഈസ് മൈൻഡ്. ഏത് ഭൂമിയിലെ ഏത് പ്രദേശത്ത് നിന്നാണ് ഈ ലെഡ് കുഴിച്ചെടുക്കുന്നത് എന്നതിനനുസരിച്ച് ലെഡ് 206, ലെഡ് 205, ലെഡ് 204 അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവരുടെ ശരീരത്തിൽ കണ്ടെത്തിയ ലെഡ്, അതുപോലെ തന്നെ ആ ടിന്നിലുണ്ടായിരുന്ന ലെഡും ഒരേ റേഷ്യോയിലുള്ളതായിരുന്നു, ലെഡ് ഐസോട്ടോപ്പ് ആയിരുന്നു എന്നാണ് പ്രത്യേകത. ബട്ട് ഇറ്റ് വാസ് ദ 20th century which saw the biggest contribution to atmospheric lead pollution. 20ാം നൂറ്റാണ്ടിലാണ് അന്തരീക്ഷ മലിനീകരണത്തിലെ ഏറ്റവും വലിയ സംഭാവന ലെഡ് ചെയ്യാൻ തുടങ്ങിയത്. when the metal was added to petrol. ഈ ലെഡ് എന്ന മെറ്റല് അത് പെട്രോളിൽ ചേർക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. in 1921, 1921 തോമസ് മിഡ്ഗ്ലെ found that adding tetraethyl lead boosted performance. പെട്രോളില് ടെട്രാഇഥൈൽ ലെഡ് ചേർക്കുന്നതോടെ എഞ്ചിന്റെ പെർഫോമൻസ് നന്നായിട്ട് മെച്ചപ്പെടുന്നതായിട്ട് കണ്ടെത്തി. ആൻഡ് ബൈ ദ 1960s, അങ്ങനെ 1921 മുതൽ പെട്രോളിൽ ലെഡ് ചേർക്കാൻ തുടങ്ങി. 1960ഓടെ ഓൾ കാർസ് വർ റണ്ണിങ് ഓൺ ലെഡഡ് പെട്രോൾ. ലെഡ് ചേർത്ത പെട്രോളിലാണ് എല്ലാ കാറുകളും ഓടാൻ തുടങ്ങിയത്. ഇനി വൈൽ ദിസ് മേ ഹാവ് ഹാഡ് എ ഡിലാറ്ററിയസ് ഇഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഇത് ഒരു പക്ഷേ മനുഷ്യന്റെ ആരോഗ്യത്തിൽ ദോഷകരമായ ഫലമാണ് ഉണ്ടാക്കിയത്. ഇറ്റ് ഹാഡ് എ ബെനഫിഷ്യൽ ഇഫക്റ്റ് ഓൺ എഞ്ചിൻസ്. പക്ഷേ മറുവശത്ത് വാഹനങ്ങളുടെ എഞ്ചിന് ഗുണകരമായിട്ടുള്ള ഫലവും ഉണ്ടാക്കി. ആൻഡ് ഈവൻ ടുഡേ വെൻ മോസ്റ്റ് പെട്രോൾ ഈസ് സോൾഡ് ആസ് അൺലെഡ്. നമുക്കറിയാം, ഇന്ന് നമ്മൾക്ക് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ലെഡ് ചേർത്ത പെട്രോൾ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം
പെട്രോൾ വിൽപ്പനയും ഇന്നിപ്പോൾ ലെഡ് ഒഴിവാക്കിയതാണ്, അഥവാ അൺലെഡഡ് പെട്രോൾ ആണ് നമുക്ക് കിട്ടുന്നത്. ദർ ഈസ് സ്റ്റിൽ എ സ്മോൾ എമൗണ്ട് ഓഫ് ലെഡ് ഇൻ ഇറ്റ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിലുമുണ്ട് ഒരു ചെറിയ അളവ് ലെഡ്. എന്തിന്? ടു പ്രൊട്ടക്ട് ദ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്നർത്ഥം. ആസ് റെക്കോർഡഡ് ആൻഡ് പ്രിസർവ്ഡ് ഇൻ ലേക്ക് സെഡിമെന്റ്സ് ആൻഡ് ഗ്രീൻലാൻഡ് സ്നോ, അതായത് തടാകങ്ങളിലെ സെഡിമെന്റ്സിലും അതുപോലെ ഗ്രീൻലാൻഡിലെ മഞ്ഞിലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടും പ്രിസർവ് ചെയ്യപ്പെട്ടും കിടക്കുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ആൻഡ് ദി അറ്റ്മോസ്ഫിയറിക് ലെവൽ ഓഫ് ലെഡ് ഷോർട്ടൺ, അവരുടെ മൃതശരീരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അന്തരീക്ഷത്തിലെ ലെഡിന്റെ അളവ് എന്ന് പറയുന്നത് ഷോർട്ടപ്പ് ആയി ആൻഡ് റീച്ച് എ മാക്സിമം 300 ppt ബൈ ദ ലേറ്റ് 1970s. 1970-കളായപ്പോഴേക്കും ഏതാണ്ട് 300 ppt എന്ന രീതിയിലേക്ക് എത്തി. Levels are now declining thanks to changes in the formulation of petrol. ഇനി എന്നാൽ ഇതിന്റെ അളവ് മാറിക്കൊണ്ടിരിക്കുന്നു പെട്രോളിന്റെ പുതിയ ഫോർമുലേഷൻ വന്നതിന് നന്ദി. In 1994, another rather surprising archive of lead levels turned up. 1994 ലെഡ് ലെവലിന് വർദ്ധിക്കാനായിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ടായി. ദിസ് ടൈം ഡിസ്കവേർഡ് ബൈ റിച്ചാർഡ് ലോബിൻസ്കി ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റ്വർപ്പ്, ബെൽജിയം. ബെൽജിയത്തിലെ ആന്റ്വർപ്പ് യൂണിവേഴ്സിറ്റിയിലെ സർ റിച്ചാർഡ് ലോബിൻസ്കി ആണ് ഇങ്ങനെ ഒരു മഹത്തായ കണ്ടുപിടുത്തം നടത്തിയത്. ഇൻ ദ സെല്ലാർസ് ഓഫ് വൈൻ പ്രൊഡ്യൂസർ, ഒരു വൈൻ ഉൽപാദകന്റെ തട്ടിന് മുകളിൽ അയാളുടെ ഷെൽഫിൽ ഇരിക്കുകയായിരുന്നു ഈ ലെഡ് വസ്തു. ലോബിൻസ്കീസ് ഫൈൻഡിങ്സ് ഈവൻ റിഫ്ലക്റ്റഡ് ദ ചേഞ്ചസ് ഇൻ ദ കോമ്പൗണ്ട് യൂസ്ഡ് ടു മേക്ക് ലെഡഡ് പെട്രോൾ. ലെഡ് ചേർത്ത പെട്രോളിൽ ഉണ്ടാകുമ്പോൾ ലെഡിനുണ്ടാവുന്ന ചേഞ്ച്, ആ വസ്തുവിനുണ്ടാവുന്ന ചേഞ്ച് എന്തായാലും അതുപോലും കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ലോബിൻസ്കിയുടെ കണ്ടെത്തൽ. ടെട്രൈഥൈൽ ലെഡ് residues in the wine declined from the 1950s onwards. ടെട്രൈഥൈൽ ലെഡ് അവശിഷ്ടങ്ങൾ വൈനിൽ ഉപയോഗിക്കുന്നത് കുറഞ്ഞു 1950-കൾ മുതൽ. വൈൽ ടെട്രാമീഥൈൽ ലെഡ് വിച്ച് റീപ്ലേസ്, പക്ഷേ ടെട്രൈഥൈൽ ലെഡ് മാറ്റിയിട്ട് അതിന് പകരം അവർ കൊണ്ടുവന്നത് ടെട്രാമീഥൈൽ ലെഡ് ആണ്. ഇൻക്രീസ് ഇൻ ദോസ് ഇയേഴ്സ്. ദി റിസർച്ചേഴ്സ് കൺക്ലൂഡഡ് ദാറ്റ്, ഗവേഷകന്മാർ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തി, അതായത് ഇഫ് ദ 1978 വൈൻ വാസ് ഡ്രങ്ക് റെഗുലർലി, 1978-കളിലെ ആ വൈൻ നിരന്തരമായി കുടിക്കുകയാണെങ്കിൽ ഇറ്റ് കുഡ് കോസ് മൈൽഡ് ലെഡ് പോയ്സണിങ്, അത് ലെഡ് പോയ്സണിങ്, നേർത്ത ലെഡ് പോയ്സണിങ്ങിന് കാരണമായേക്കാം. ബട്ട് ദിസ് ഈസ് മോസ്റ്റ് അൺലൈക്ലി ടു വറി എനിവൺ, ഇത് ആരെയും അത്രയ്ക്ക് അങ്ങോട്ട് വിഷമിപ്പിക്കാൻ സാധ്യതയില്ല. ബിക്കോസ് 1978 ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വിൻറ്റേജസ്. 1978 എന്ന് പറയുന്ന ഏറ്റവും നല്ല വിൻറ്റേജുകളുടെ ഒരു കാലഘട്ടമാണ്. ആൻഡ് വൈൻ കോസ്റ്റ് അപ് ടു 25 പൗണ്ട്, അതായത് $40 എ ബോട്ടിൽ. ഒരു ബോട്ടിലിന് $40 ആണ് അന്നത്തെ വില. ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ദാറ്റ് വൈൻ ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് വിത്ത് ലെഡ്. വൈനിൽ ലെഡ് കണ്ടാമിനേറ്റ് ചെയ്യുക, ലെഡ് കൊണ്ട് അത് മലിനപ്പെടുക എന്നുള്ളത് ആദ്യമായിട്ടല്ല. ദി ഏൻഷ്യന്റ് ഗ്രീക്സ് യൂസ്ഡ് ലെഡ് ടു സ്വീറ്റൻ വൈൻ. വൈനിന് മധുരമുണ്ടാക്കാൻ വേണ്ടി പുരാതന ഗ്രീക്കുകാർ ഈ ലെഡ് ഉപയോഗിച്ചിരുന്നു. ആൻഡ് ഓൾദോ ദർ വൈൻ വാസ് പോപ്പുലർ, ഇറ്റ് വാസ് ഓൾസോ റെപ്യൂട്ടഡ് ടു കോസ് മിസ്കാരേജസ്. അവരുടെ വൈന് വളരെ പ്രശസ്തമായിരുന്നു എങ്കിലും, അത് റോമ സാമ്രാജ്യത്തിലെ കാര്യമല്ല ഓർക്കുന്നത്, ഗ്രീക്കുകാരുടെ കാര്യത്തിൽ. പക്ഷേ അവിടെ ഉണ്ടാവുന്ന ഗർഭിണികളായ സ്ത്രീകൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ചാപിള്ളകളായി മാറുമായിരുന്നു. ഇൻ ദ മിഡിൽ ഏജസ് വിൻറ്റേഴ്സ് അഡൾട്ടേഡ് ചീപ്പ് വൈൻ. എന്നാൽ മധ്യകാലഘട്ടത്തിൽ വിൻറ്റേഴ്സ് ആരാണ്? വൈൻ വിൽക്കുന്ന വിൽപ്പനക്കാരനെയാണ് വിന്റർ എന്ന് പറയുന്നത്. അവരൊക്കെ വളരെ ചീപ്പായിട്ടുള്ള വൈൻ മായം ചേർത്ത് ലെഡ് ചേർത്ത് മായം ചേർത്ത് ഉണ്ടാക്കിയിരുന്നു. സംടൈംസ് പ്രൊഡ്യൂസിങ് മിസ്റ്റീരിയസ് ലോക്കൽ ഔട്ട്ബ്രേക്സ് ഓഫ് സ്റ്റൊമക് ക്രാംസ്. ചിലപ്പോഴൊക്കെ ഇത് വയറുവേദന, വയറിലെ വിചിത്രമായ കോച്ചിപ്പിടുത്തം, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, വെറീനസ്, അസ്വസ്ഥത, അനീമിയ, വിളർച്ച, ഇൻസാനിറ്റി, ചിത്തഭ്രമം ആൻഡ് ലിംഗറിംഗ് ഡെത്ത്, സാവധാനത്തിൽ പറന്നെത്തുന്ന മരണവും. ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് സിവിയർ ലെഡ് പോയ്സണിങ്. ഇതൊക്കെ തീവ്രമായ ലെഡ് പോയ്സണിങ്ങിന്റെ ലക്ഷണങ്ങളാണ്. ഇൻ ദ 18th century, 18ാം നൂറ്റാണ്ടിൽ ഇൻ ബ്രിട്ടനിൽ ഡെവൺ കോളിക് കോസ്ഡ് മെനി ഡെത്ത്സ് എമംഗ് സിഡാർ ഡ്രിങ്കേഴ്സ് അൺടിൽ ദ ക്യൂൻസ് ഫിസിഷ്യൻ ജോർജ് ബേക്കർ. ഡെവൺ കോളിക്ക് ഒരുപാട് മരണങ്ങൾ സിഡാർ കുടിക്കുന്ന ആൾക്കാരിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിഡാർ കുടിക്കുന്ന ആൾക്കാരുടെ ക്യൂൻസ് രാജ്ഞിയുടെ ഫിസിഷ്യൻ ജോർജ് ബേക്കർ മരിക്കുന്നവരെയും ട്രേസ് ദ കോസ്റ്റ്. അങ്ങനെയാണ്
ഈ മരണത്തിന്റെ കാരണം ലെഡ് ലൈൻഡ് ആപ്പിൾ പ്രസസ് ആണ് എന്ന് കണ്ടെത്താൻ കാരണമായത്. ഇനി സെഡാർ ആപ്പിളിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം വൈനാണ്. പക്ഷെ അത് പ്രസ് ചെയ്തെടുക്കുന്ന പ്രസറുകളിൽ ലെഡ് ലൈനിങ് ഉണ്ടായിരുന്നു എന്നതാണ് അതിന് കാരണമായി മാറിയത്. Lead waves were caused by fishermen as sinkers and have also caused lead pollution. പലപ്പോഴും ഈ മീൻപിടുത്തക്കാരുടെ വലകളിലും ലെഡ് ഉപയോഗിക്കാറുണ്ട്. മുങ്ങി അത് വലകൾ നന്നായി ആഴത്തിൽ വേയിച്ചുകൊണ്ട് താഴാൻ വേണ്ടിയിട്ട്. ഇൻ ദിസ് കേസ് leading to the deaths of the many swans that scooped up lost sinkers as they fed in the mud along the bottom of rivers. Okay. പലപ്പോഴും ഇങ്ങനെയുള്ള കേസിൽ ഇൻ ദിസ് കേസ് ലീഡിങ് ടു ദ ഡെത്ത്സ് ഓഫ് ദ മെനി സ്വാൻസ് ദാറ്റ് സ്കൂപ്ഡ് അപ്പ്, പലപ്പോഴും അരയന്നങ്ങളുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. അവ അടിത്തട്ടിലേക്ക് മുങ്ങിത്താഴുമ്പോൾ ഈ സിങ്കേഴ്സ് പലപ്പോഴും അത് ഈ ലെഡ് ഭക്ഷണമാണെന്ന് കരുതി ചെളിയിൽ നിന്നെടുത്ത് കഴിക്കുമ്പോൾ അവ നദിയുടെ അടിത്തട്ടിൽ നിന്ന് അവയ്ക്ക് കിട്ടിയിട്ട്. ലെഡ് സിങ്കേഴ്സ് ഹാവ് നൗ ബീൻ സപ്ലിമെന്റഡ് ബൈ നോൺ ടോക്സിക് വൺസ്. ഇന്നിപ്പോൾ മീൻപിടുത്തക്കാർക്കായിട്ട് നൽകുന്ന ലെഡ് സിങ്കേഴ്സ് ടോക്സിക് അല്ല, നോൺ ടോക്സിക് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ക്യൂരിയസ്ലി, വിചിത്രം എന്ന് പറയട്ടെ, ആസ് വൺ ഫോം ഓഫ് ലെഡ് പൊല്യൂഷൻ ഈസ് എൻറ്റഡ് അനദർ അപ്പിയേഴ്സ്. ഒരു തരത്തിലുള്ള ലെഡ് പൊല്യൂഷൻ അവസാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റൊരു തരത്തിലുള്ള ലെഡ് പൊല്യൂഷനിങ് എവിടെയെങ്കിലും ലോകത്തിൽ ആരംഭിക്കുന്നുണ്ട് എന്നതാണ് വിചിത്രതരമായ കാര്യം. ഇൻ 1994 there was an outbreak of lead poisoning in Hungary. ഹംഗറിയിൽ 1994 ഒരു വിചിത്രമായ ലെഡ് പോയിസണിങ് രൂപപ്പെട്ടു വന്നു. ഡ്യൂ ടു റെഡ് ലെഡ്, ചുവന്ന ലെഡാണ് ഇപ്രാവശ്യം വില്ലനായത്. ബീങ് യൂസ്ഡ് ടു കളർ പാപ്രിക്ക, ഒരുതരം കുരുമുളകാണ് പാപ്രിക്ക, അതിൽ നിറം ചേർക്കാൻ വേണ്ടിയാണ് അവരത് ഉപയോഗിച്ചത്. സ്പൈസി ഫ്ലേവറിംഗ് മെയ്ഡ് ഫ്രം ഡ്രൈഡ് റെഡ് പെപ്പേഴ്സ്, ഉണക്കിയ ചുവന്ന മുളകിലാണ് ഇത് അവർ ചേർത്തത്. റെഡ് ലെഡ് ഈസ് lead oxide which was used for hundreds of years as a pigment. എന്തായാലും റെഡ് ലെഡ് നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഒരു പിഗ്മെന്റ് ആയിട്ട്, കളറിംഗ് പിഗ്മെന്റ് ആയിട്ട്, നിറം കൊടുക്കുന്ന വസ്തുവായിട്ട് ഉപയോഗിക്കുന്നു. 18 people were arrested. 18 പേരെ അറസ്റ്റ് ചെയ്തു. ബട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ they have poisoned will perhaps never be known. അവർ വിഷം ചേർത്ത് കൊന്ന മനുഷ്യരുടെ എണ്ണം ഇന്നും അറിയില്ല. ബിക്കോസ് ഹംഗേറിയൻസ് യൂസ് ദ paprika to color many foods. കാരണം ഹംഗറിയൻസ് പലപ്പോഴും ഭക്ഷണത്തിന് നിറം നൽകാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കളർ ചെയ്ത പാപ്രിക്കയും അവർ ഭക്ഷണത്തിൽ ചേർക്കാറുണ്ട്. സച്ചാസ് അവരുടെ ഒരു ഭക്ഷണമാണ് ഗോളാഷ്, സോസേജസ് ആൻഡ് സലാമി. വൈ ഇസ് ലെഡ് ടു സോ ഡേഞ്ചറസ് ടു ഹെൽത്ത്? എന്തുകൊണ്ടാണ് ലെഡ് ആരോഗ്യത്തിന് ഇത്രയ്ക്ക് അപകടകാരിയാകുന്നത്? മോസ്റ്റ് ഓഫ് ദ ലെഡ് ഇൻ അവർ ഡയറ്റ് പാസ് സ്ട്രൈറ്റ് ത്രൂ അസ്. മിക്കവാറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണക്രമത്തിലെ ലെഡ് എന്ന് പറയുന്നത് നേരെ നമ്മളിലേക്ക് കടന്നു ചെല്ലുകയാണ്. പക്ഷേ ലിറ്റിൽ ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. പക്ഷെ വളരെ കുറച്ച് മാത്രം രക്തത്തിലേക്ക്, ബ്ലഡ് സ്ട്രീമിലേക്ക് അത് അബ്സോർബ്ഡ് ആവുന്നു